റോഷ, ഇത് ഭയങ്കര മോശമായി പോയി. നിന്റെ ക്യാരക്ടർ ഇത്ര ചീപ്പാ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിലേ ടെൻഷൻ അടിച്ചിരിക്കുക. നീ വെറുതെ കാര്യം സംസാരിക്കല്ലേ. എന്തറിയാനാണ്, നീ കാരണം എനിക്ക് കൂടെ നാണക്കേടായി. നിനക്ക് എന്ത് നാണക്കേട്? നിന്നെ ഇഷ്ടപ്പെട്ടത് തന്നെയാ ഇപ്പൊ ഏറ്റവും വലിയ നാണക്കേട്. നീ ഒരു വൃത്തിയോട് കാണിക്കുമ്പോ അത് എന്നെയും കൂടി എഫക്ട് ചെയ്യുന്നേ. നീ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് പോയേ. ആ പോവാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. എന്താണ്? എനിക്കിനി നമ്മുടെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. പ്രിയ, പോടി പുല്ലേ പുല്ലേ. അളിയാ, സസ്പെൻഷൻ ഒക്കെ കിട്ടി. ഹോസ്റ്റലിക്കാൻ പറ്റൂല. വീട്ടിൽ പോയി ഒരാഴ്ച അടിച്ചു പൊളിക്ക്. വീട്ടിലൊന്നും പോകാൻ തോന്നലടാ. അപ്പൊ നീ എന്തളിയാ ആത്മഹത്യം പോകടാ? നീ ഒന്നും മിണ്ടാതിരിക്കോ? ഞാനവനെ സമാധാനിപ്പിച്ചതല്ലേ. അമ്മയുടെ ഈ കാര്യം എങ്ങനെ പറയാന്നോർത്ത് ആകെ ടെൻഷൻ ആവണടി. ഇതൊക്കെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമാണോ അളിയാ? ഞാൻ ഉണ്ട് നിന്റെ കൂടെ. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ വലുത്. എന്നാ നീ ചെന്ന് പറയടാ പ്രിൻസിപ്പളിനോട്. നീ ആ പീസിട്ടേന്ന്. അയ്യോ അളിയ, ചതിക്കല്ല്. എന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യും. എന്തോ അടിച്ച് ഞാൻ ചെകിള പൊട്ടിക്കും. അവന്റെ ഒരു ഓവർ ആക്ടിങ്. നീ കാരണമാണ് ഇവൻ പെട്ടത്. അപ്പൊ നീ തന്നെ ഇവനെ രക്ഷിക്കണം കേട്ടോ. നാടകം നടന്നുണ്ടാവനെ. എടാ, എൻ്റെ ഒരു അങ്കിളുണ്ട്. ആളിവിടുത്തെ എസ്ഐയാ. നമുക്ക് അങ്കിളിനോട് കാര്യം പറയാം. പുള്ളി ആകുമ്പോഴത്തേക്ക് ഇത് വീട്ടിലൊന്നും അറിയാതെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തരും. ആണോ? ആ, നീ ധൈര്യമായിരിക്കും. ധൈര്യമായിട്ടിരിക്കാനോ? പീസ് കേസിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനെക്കാട്ടി നല്ല നീ നാട് വിട്ടു പോകുന്ന 6:30 ഒരു കുർള എക്സ്പ്രസ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ അത് ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അങ്കിള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കൊച്ചപ്പന്റെ പോന്റെ ഭാര്യയുടെ ചേട്ടാ സാറേ. അയ്യോ, ഏത് നമ്മുടെ സൂസന്റെ കെട്ടിയാണ്? അതെ അതെ, കാട്ടുകാരല്ല അങ്ങനെ പറയണേ സാറേ. എന്നിട്ടാണോടാ തെണ്ടി നീ തെണ്ടിത്തരം കാണിച്ചു? അയ്യോ എടാ, പരിചയക്കാര് പോലീസുകാർ രണ്ടിടി കൂടുതൽ ഇടിക്കുന്നവർക്ക് വെറുതെ അല്ല. എന്നാ നമുക്ക് പോയാലോ? നീ പേടിക്കല്ലേ. സാർ, ഇനി കുറച്ചു നേരം താനടിക്കടൂ. അങ്ങനെ ആയിക്കോട്ടെ സാർ. പാടൂ. അയ്യോ സാറെ പറ്റില്ല. എന്റെ വൈഫ് മലയ്ക്ക് പോവാൻ മാലിട്ടിരിക്കണേ. എന്നാ അകത്ത് കയറ്റി താനടിക്കുവനെ. അടുത്ത വിളിക്കേ. ആ, ഇനി ഞാൻ കുത്തുകേസ് ടീം കൊണ്ട് മാറിക്കടാ. കുഞ്ഞു നിക്കടാ, സാറിന് ഇടിക്കാനുള്ളല്ലേ? എന്താടാ കുത്തുകേസ്? കുത്തുകേസ് എടാ, കുത്തല്ല, കത്തിക്കുത്ത്. അയ്യോ നാണം. നിങ്ങളാ ഗാഥ പറഞ്ഞു വിട്ട പിള്ളേരല്ലേ? വാ. ആ ചെല്ലി ചെല്ലിക്കല്ലേ, നീ നടക്ക്. നിനക്കുള്ളപ്പോ തരാട്ടാ. വെയിറ്റ്. എന്താടാ മൂലക്കുരു ഉണ്ടോ മൂന്നാക്കും? പിന്നെന്താ ഇരിക്കാത്തത്? അല്ല സാറേ, സാധാരണ എസ്ഐയുടെ മുമ്പിലൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ നിന്നോടൊക്കെ ആരാ ഇരിക്കാൻ പറഞ്ഞാൽ ചോദിക്കത്തില്ലേ? അതുകൊണ്ടാ സാറേ ഇരിക്കാൻ. പോലീസുകാർക്കിട്ട് ട്രോളല്ലേ മോനെ? ഇരിക്കടാ. നമ്മുടെ സാറല്ലേ ഇരിക്കും. അല്ല വേണ്ട, നീ നടക്കില്ല പ്രതി. നീ പേടിക്കട്ടാ, നമുക്ക് പറയാനുള്ളത് സാറിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു. വേണ്ട വേണ്ട, കാര്യങ്ങളൊക്കെ ഗാഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാടാ ഇതുപോലത്തെ അശ്ലീല വീഡിയോ ഒക്കെ കാണുന്നത്? അത് സാറേ, ഈ പഠിപ്പിന്റെ സ്ട്രെസ്സിൽ നിന്ന് ചെറിയൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി കാണുന്ന സാറേ. ആണോ? 11ാം ക്ലാസ്സിൽ എന്തുവാടാ ഇത്ര വലിയ സ്ട്രെസ്? ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞൂടെ? ആണോ? സെക്ഷൻ 67 ഓഫ് IT ആക്ട്, IPC സെക്ഷൻ 293 2 വകുപ്പും കൂടെ ചേർത്ത് ചാർജ് ചെയ്താലേ 3 അകത്ത് കിടക്കും 5 കൊല്ലം.
ഞാൻ ഇനി കുത്ത് കാണില്ല സാർ. ഒരു കുത്ത് കേസിലകത്തെന്നറിഞ്ഞ എന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യും. ഞാൻ ഇനി കുത്ത് കാണില്ല സാർ. ചേച്ചി ഇച്ചിരി വെള്ളം തരാം. അയ്യോ കാണില്ല സാർ, കാണില്ല. കുത്ത് കാണില്ല. ആ മതി മതി മതി, ഓവറാക്കല്ലേ. നിന്റെ ഒക്കെ പ്രിൻസിപ്പലിനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അയാൾ പോലീസ് സ്റ്റേഷൻ അറിയിക്കാതെ ഒരു സസ്പെൻഷൻ ഒതുക്കിയല്ലേ. വരട്ടെ ഇങ്ങോട്ട്, കാണിച്ചു കൊടുക്കാൻ ഞാൻ. പ്രിൻസിപ്പൽ സാറേ, ആ പ്രിൻസിപ്പൾ വന്നിട്ട് സാറേ. ആ ഇങ്ങോട്ട് വരാൻ പറ. ഓ ശരി സാർ. പെട്ട് പേടിയാവുന്നു. ഗുഡ് ഈവനിങ് സാർ. നിങ്ങളോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു. സോറി സാർ, ഞാൻ ഡോൺ ബോസ്കോ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് എന്ന് കരുതി ഞാൻ പറയാതെ ഇരിക്കണം അല്ലേ സാർ? ഇരിക്കേ. ശരി സാർ, ഇരിക്കാം. ഇവന്മാര് വല്ല പ്രശ്നം ഉണ്ടാക്കിയ സാർ? ഇവന്മാരല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളാ. ഇവനെ എവിടെന്നാ കിട്ടിയെന്ന് അറിയാവോ? അല്ലേ, റെയിൽവേ ട്രാക്കിൽ നിന്ന്. എവിടെ പോയിരുന്നു? നിങ്ങളുടെ പേരും എഴുതി വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാ. ദിവാര, ഇവന്റെ ആത്മഹത്യ കുറിപ്പാ, ഒന്ന് വായിക്ക. പ്രിൻസിപ്പൽ കേക്കട്ടെ. അല്ല സാർ, ഇത് പിന്നെ അതിൽ എഴുതിയിരിക്കുന്നത് നോക്കി വായിക്കേ. ആ ഓ അതെ. പ്രിയപ്പെട്ട അമ്മ സമക്ഷം മകൻ റോഷൻ 17 വയസ്സ് ബോധിപ്പിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ്. അമ്മയുടെ മകൻ ഈ നശിച്ച ലോകത്തു നിന്നും പോകുന്നു. എന്നെ വെറുക്കരുതമ്മേ, വെറുക്കരുത്. അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് അമ്മ അച്ഛനോട് പറയണം. എന്തുവാടേ? എനിക്ക് തരാൻ ബാക്കി വെച്ചിരുന്ന സ്നേഹം മുഴുവൻ എൻ്റെ അനുജൻ അപ്പു 12 വയസ്സ് അവന് കൊടുക്കണം. ഓ, ആ പ്രിൻസിപ്പലാണ് ഈ ആത്മഹത്യക്കുള്ള കാരണം എന്ന് പറഞ്ഞ ആ പോർഷൻ മാത്രം ഓ താഴെ. അതിലേക്ക് കടക്കുന്നേ ഉള്ളൂ സാർ. എൻ്റെ ആത്മഹത്യക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ക്രൂരനും നിഷ്ഠുരനുമായ ഈ ഇരിക്കുന്ന പ്രിൻസിപ്പാൾ പച്ച ഷർട്ടിട്ട് തേണ്ടി. പ്രസ്തുത പ്രിൻസിപ്പാൾ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കുറ്റാരോപിതനാക്കി. ടിയാൻ എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. മേൽ പറഞ്ഞ കാരണങ്ങളാൽ മനം നൊന്താണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ഇതിനാൽ ബോധിപ്പിച്ചുകൊള്ളുന്നു എന്ന് സസ്നേഹം പരേതനായ റോഷൻ. ശരി സാർ, ഇവനൊക്കെ ലോക്കപ്പിൽ കേട്ടിരിക്കും. മോനെ റോഷ, മാവിടെ ഇരുന്നേ, ഇരിക്കട മോനെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കണ്ടില്ല സാർ. ഇല്ല. നിങ്ങൾ പിന്നെ ഒരുപാട് മെന്റലി ഹരാസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അയ്യോ സാറേ, ഞാനവനെ ഹറാസ് ചെയ്തിട്ടൊന്നുമില്ല. ചുമ്മാ ചെറുതായിട്ടൊന്ന് ഗുണദോഷിച്ചേ ഉള്ളൂ. അല്ലടാ മോൻ, അല്ലടാ. ആ കണ്ടില്ലേ, ഈ ചെറിയ കുട്ടികളല്ലേ സാറേ, എനിക്ക് ഒന്ന് ഉപദേശിച്ചൂടെ? എന്തുപദേശിച്ചു? കുറ്റം ആത്മഹത്യാ പ്രേരണയോ? സെക്ഷൻ 306. If a person commits suicide and whoever abides the commission of such suicide shall be punished up to 10 years of imprisonment. ഓ സോറി സാർ. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസ് വേറെ. അഴിയെണ്ണും. ഇവനെങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ സാറ് കുടുങ്ങിയനെ. ഇതിപ്പോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. തൃപ്തിയായില്ലടാ, സന്തോഷമായില്ല എല്ലാവർക്കും? മക്കളെ, ഞാൻ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതൊന്നല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ. നാളെ എല്ലാവരും സന്തോഷമായിട്ട് ക്ലാസ്സിൽ കയറണം കേട്ടോ. അങ്ങനെ അപ്പൊ ഇവന്റെ സസ്പെൻഷൻ അത് എപ്പോഴേ കളഞ്ഞു. ഓ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. സാറേ, കുട്ടികളുടെ ഇത്തരത്തിലുള്ള മൃദുല വികാരങ്ങൾ മനസ്സിലാക്കുകയും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പൊറുക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടാവുകയാണ് ഒരു അധ്യാപകൻ ആദ്യം വേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇന്നു മുതൽ ഞാൻ അങ്ങനെയുള്ള ഒരു അധ്യാപകനായിരിക്കും. എന്നാ സാറിന് കൊള്ളാം കേട്ടോ. ചെന്നാട്ടെ. ശരി സാർ. എന്നാ പിന്നെ സാറേ, ഞങ്ങളും നിങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഗാഥ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. സെക്ഷൻ 67 293 ഒന്നും മറക്കണ്ട. ഇല്ല സാറേ, ഇല്ല. ഇന്ന് തന്നെ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ വിറ്റോളാം. ചെല്ല്.
സ്റ്റേഷനിൽ പോകുമ്പോ ചോര ഉണ്ടായിരുന്നില്ല ചെക്കൻ്റെ മുഖത്ത്. ഇപ്പൊ അവന്റെ ചിരി കണ്ടില്ലേ? ഒന്നും പറയണ്ട ചേട്ടാ, ടെൻഷൻ അടിച്ച് മനുഷ്യൻ ചത്ത്. എന്തിനു ടെൻഷൻ അടിക്കാനാടാ? ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നൈസ് ഐഡിയ ഇല്ലേ? തടിയാ ചവിട്ടി പുറത്തിടും. മിണ്ടായിരുന്നോ നീ? ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു. ഇടിക്കാതെ നിന്നെ പോലൊരു ഫ്രണ്ടിനെ കിട്ടിയാടി ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ